കൊച്ചി കോർപ്പറേഷനിൽ UDF കൗൺസിലർമാരുടെ പ്രതിഷേധം. വെള്ളക്കെട്ടിൽ ശാശ്വത പരിഹാരം കാണുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിലുള്ള ബഹളത്തെ തുടർന്ന് മേയർ കൗൺസിൽ യോഗം അവസാനിപ്പിച്ചു. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിൽ പരിഹാരം കാണുന്നില്ലെന്നാരോപിച്ച് കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ UDF കൗൺസിലർമാർ പ്രതിഷേധിച്ചു. കൊച്ചി നഗരസഭ റൂം ഫോർ റിവർ എന്നെഴുതിയ പ്രതീകാത്മക തോണി ഉയർത്തിപ്പിടിച്ചായിരുന്നു UDF അംഗങ്ങൾ യോഗത്തിലെത്തിയത്. യോഗം തുടങ്ങിയതു മുതൽ കൗൺസിലർമാർ ബഹളം തുടങ്ങി. ഭരണപ്രതിപക്ഷ നേതാക്കൾ തമ്മിലുള്ള വാക്പോരിനെ തുടർന്ന് മേയർ കൗൺസിൽ യോഗം അവസാനിപ്പിച്ചു. അത്യാധുനിക യന്ത്രം വേണ്ടവിധം ഉപയോഗപ്പെടുത്താനോ കാനകൾ സമയബന്ധിതമായി ശുചീകരിക്കാനോ കോർപ്പറേഷൻ തയ്യാറായില്ലെന്ന് പ്രതിപക്ഷം. മഴക്കാല പൂർവ്വ ശുചീകരണമായിട്ട് യാതൊരുവിധ ഒരു ക്ലീനിങ്ങും നടന്നിട്ടില്ല. CSML 10 കോടി രൂപ കൊടുത്തു. അതെടുത്തിട്ട് നമ്മളുടെ ഇവിടുത്തെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാവുന്ന രീതിയിലേക്ക് പോയി. വെള്ളക്കെട്ട് വിഷയത്തിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ഭരണപക്ഷം. മുൻ ഭരണസമിതിയുടെ വീഴ്ചകൾ ഓർക്കാതെയാണ് പ്രതിപക്ഷ ആരോപണമെന്നും അതിനു മുന്നിൽ കീഴടങ്ങില്ലെന്നും കൊച്ചി മേയർ. ഇപ്പോൾ ഈ ബഹളമെല്ലാം നടക്കുന്നതിൽ സ്വാഭാവികമായും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനമൊക്കെ ഉണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം തീർച്ചയായിട്ടും ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയി അഡ്രസ് ചെയ്യും. കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ 8 ആഴ്ചക്കകം നടപടി സ്വീകരിക്കണമെന്ന് കൊച്ചി നഗരസഭയോട് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി.